ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. ദില്ലിയിൽ സിവിൽ സർവീസ് അക്കാദമിയിലെ ബേസ്മെന്റിലെ വെള്ളക്കെട്ടിൽ മരിച്ച 3 പേരിൽ ഒരാൾ മലയാളിയാണെന്ന് ഞെട്ടിക്കുന്ന വിവരമാണ് ഞായറാഴ്ച പുലർന്നപ്പോൾ കേരളത്തെ തേടിയെത്തിയത്. ഇന്ത്യ പോലൊരു രാജ്യത്തിൻ്റെ തലസ്ഥാന നഗരം പോലും മഴക്കാലത്ത് വെള്ളക്കെട്ടിലും മാലിന്യത്തിലും മുങ്ങി മരിക്കുകയാണെന്ന് ലോകം തിരിച്ചറിയുകയാണ്. എറണാകുളം സ്വദേശി നവീൻ ഡാൽവിൻ എന്ന വിദ്യാർത്ഥിയാണ് മരിച്ചത്. 3 വിദ്യാർത്ഥികളായിരുന്നു അപകടത്തിൽ മരിച്ചത്. താനിയ സോണി, ശ്രേയ യാദവ് എന്നിവരാണ് മരിച്ച മറ്റ് 2 വിദ്യാർത്ഥികൾ. ശനിയാഴ്ച വൈകുന്നേരത്തോടെയാണ് അപകടമുണ്ടായത്. സംഭവത്തിൽ വിദ്യാർത്ഥികളുടെ വലിയ പ്രതിഷേധം നടക്കുകയാണ്. വെള്ളക്കെട്ട് നിറഞ്ഞ ബേസ്മെന്റിൽ കുടുങ്ങിയാണ് മരണം സംഭവിച്ചത്. പുലർച്ചെ 1 മണിയോടെയാണ് നവീന്റെ മൃതദേഹം കണ്ടെത്തിയത്. നവീന് പുറമെ മരിച്ചവരിൽ ഒരാൾ തെലങ്കാന സ്വദേശിയും മറ്റൊരാൾ ഉത്തർപ്രദേശ് സ്വദേശിയുമാണ്. അപകട സമയത്ത് 40ഓളം വിദ്യാർത്ഥികളാണ് അക്കാദമിയുടെ ബേസ്മെന്റിലെ ലൈബ്രറിയിലുണ്ടായിരുന്നത്. പലരും ഇവിടെ നിന്ന് മുകളിലെ നിലയിലേക്ക് ഓടിക്കയറി രക്ഷപ്പെട്ടു. ബേസ്മെന്റിൽ കുടുങ്ങിയ 14ഓളം വിദ്യാർത്ഥികളെ പിന്നീട് ഫയർഫോഴ്സും NDRF ഉദ്യോഗസ്ഥരും എത്തി രക്ഷിച്ചിരുന്നു. കെട്ടിടത്തിലെ വെള്ളം നീക്കിയപ്പോഴാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ആദ്യം 2 വിദ്യാർത്ഥിനികളുടെയും രാത്രി വൈകി നവീന്റെയും മൃതദേഹങ്ങൾ കണ്ടെടുക്കുകയായിരുന്നു. മരിച്ച വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള വിവരങ്ങൾ തങ്ങളുമായി പങ്കുവെക്കണം, FIRന്റെ കോപ്പി പുറത്തുവിടണം, സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്തവരുടെ വിവരങ്ങൾ പങ്കുവെക്കണം തുടങ്ങിയ ആവശ്യങ്ങൾ ഉയർത്തി പ്രതിഷേധവുമായി വിദ്യാർത്ഥികൾ രംഗത്തിറങ്ങി. പ്രദേശവാസികളും പ്രതിഷേധത്തിലാണ്. വെള്ളം കയറുന്നത് ആദ്യത്തെ സംഭവമല്ലെന്നും അനധികൃതമായാണ് കോച്ചിംഗ് സെന്ററിലെ ലൈബ്രറി പ്രവർത്തിക്കുന്നതെന്നും സ്ഥാപനത്തിനെതിരെ നടപടിയെടുക്കണമെന്നും വിദ്യാർത്ഥികൾ പറയുന്നു. അപകടത്തിന് പിന്നാലെ ഡൽഹി സർക്കാർ ശുചീകരണ പ്രവർത്തനം ഊർജിതമാക്കി. സംഭവത്തിൽ 2 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ശക്തമായ നടപടികൾ സ്വീകരിക്കുമെന്ന് സെൻട്രൽ DCP M ഹർഷവർദ്ധൻ പറഞ്ഞു. ന്യൂസ് ഡെസ്ക് ഗ്രാമിക ന്യൂസ്.